ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായിട്ടോ പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട്. കാരണം ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് റൂമിൽ തന്നെ ആട്ടോ ഇരിക്കുന്നത്. AC ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. എങ്കിലും കറണ്ട് കാശ് കൂടുന്നതല്ലാതെ ചൂടിന് ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം തോണ്ടിക്കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് ഈ അഡ്വെൻറ്റേജർ വില്ലേജിനെ പറ്റി കണ്ടുപിടിച്ചത്. ആക്ച്വലി ഇതൊരു പാർക്ക് മോഡൽ ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇവിടെ എക്സ്ട്രാ റൈഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടിംഗ് റൈഡ് ഉണ്ട്, പ്രത്യേകിച്ചുള്ളത് പെഡൽ ബോട്ടാണ്. പിന്നെ ടൈറ്റ് റോപ്പ് വാക്കിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. ഈച്ച് റൈഡിന് ഈച്ച് പ്രൈസാണ് കേട്ടോ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ എൻട്രൻസ് ഫീ 500 പൈസ ഉണ്ടായിരുന്നെന്ന്. ഇതിപ്പോൾ അവരുടെ ന്യൂ ബിസിനസ് ട്രിക്ക് ആവാനാണ് സാധ്യത. എന്തായാലും ഇപ്പം നമുക്ക് എൻട്രൻസ് ഫീ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ ഐറ്റംസിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് കയറുന്നത്. ഞങ്ങൾ പോയ ടൈമിൽ അത്ര ടൈമും അല്ലായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ബീച്ചിൽ പോയിട്ട് തണുത്ത വെള്ളത്തിലെങ്കിലും കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ അധികം റൈഡിലൊന്നും കയറി ടൈം കളഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ പോയിട്ട് കറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഗ്രീനിഷ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രഡീഷണൽ ടച്ച് വരാൻ പാകത്തിന് അവരൊരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ബ്രിഡ്ജാണ്. റോപ്പൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താക്കുന്ന ബ്രിഡ്ജാണ് കേട്ടോ. അവിടെ അറ്റം വരെ പോകാൻ അവർ ഗൈഡുമാരെ സമ്മതിക്കുന്നുണ്ടായില്ല. ഏകദേശം ഒരു 3.5 വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ അവർ ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. ആ ടൈമിൽ ചെറിയ സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ സൺലൈറ്റ് പോയിട്ടൊരു കാം അറ്റ്മോസ്ഫിയർ ആയി കേട്ടോ. ഞങ്ങൾ പോകുന്ന ടൈമായപ്പോഴും അവിടെ ലൈറ്റിംഗ് ഒക്കെ വന്നു കേട്ടോ. എത്ര മണി വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ നൈറ്റിലും വർക്കിംഗ് ആണ്, കാരണം ഫുൾ ലൈറ്റാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ചെറിയൊരു ഹെറിറ്റേജ് പോലെ ഒരു സംഭവം, അത് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അവിടെ പോയി നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയിലൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ചെറിയൊരു റിവറിലേക്ക് ആക്കിയിട്ട് അവർ ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ സ്മോൾ ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ സ്മോൾ പാർട്ടീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ അവരവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ റിവറിലേക്ക് ഇരിക്കുന്ന ഒരു സംഭവം റൈറ്റ് സൈഡിലായിട്ട് കണ്ടായിരുന്നു കേട്ടോ. അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ഭയങ്കര സൺലൈറ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. പിന്നെ ഈ റിവറിലാണ് കേട്ടോ നമ്മുടെ റൈഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പെഡൽ ബോട്ടിംഗ് ആണ് കൂടുതലും ഞാനിവിടെ കണ്ടത് കേട്ടോ. അത് 4 പീപ്പിൾസിൻ്റെ ഉണ്ട്, 2 പീപ്പിൾസിൻ്റെ ഉണ്ട്, 3 പീപ്പിൾസിൻ്റെ ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം അത്ര വലിയ റേഞ്ച്ഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡിൽ നോക്കിയപ്പോൾ 3 റിയാൽ, 2.5, 4 റിയാൽ, മാക്സിമം 4 റിയാൽ വരെയൊക്കെയുള്ള റൈഡാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ റോപ്പ് വാക്കിങ് എനിക്ക് തോന്നുന്നു ഇവിടെ മുതൽ തുടങ്ങിയിട്ട് പാർക്കിൻ്റെ അറ്റം വരെ റോപ്പ് വാക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു പ്രത്യേക തരം ഫീലായിട്ട് തോന്നിയിട്ടോ. പിന്നെ ഇവിടെ തന്നെ ഐസ്ക്രീം, കോഫി ഷോപ്പ്, ചിപ്സ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഈ പാർക്കിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ് കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കണതാണ് കേട്ടോ. ഇവിടെയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിരുന്നോളൂ കേട്ടോ. പിന്നെ ഈ റോപ്പ് വാക്കിങ് കണ്ടില്ലേ, ഇത് കറക്റ്റ് ആ റിവറിൻ്റെ മിഡിലിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ തൊട്ട് മിഡിലിൻ്റെ ലാസ്റ്റാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.